എത്ര വലിയ കള്ളന്മാരായാലും സ്വന്തം മക്കൾ തങ്ങളെക്കാൾ വലിയ കള്ളന്മാരാകണമെന്ന് ആരും ആഗ്രഹിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓരോ മോഷണത്തിലും അതിലൊരു കലയുണ്ടെന്ന് പണ്ടേതോ പടത്തിൽ പറഞ്ഞതുപോലെ മകനെ കൊണ്ടു നടക്കുകയാണ് ഒരച്ഛൻ. ഒരുമിച്ച് മോഷ്ടിക്കുക, ഒരുമിച്ച് ഉറങ്ങുക, ഒരുമിച്ച് പിടിക്കപ്പെട്ടാൽ ജയിലിലും ഒരുമിച്ച്. ബാപ്പാന്റെ കൈയും മോന്റെ കൈയും ചേർത്ത് ഒറ്റ കയ്യാമം. തെളിവെടുപ്പിന് പോകും വഴി പാലോട് പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ഒരു കള്ളനെയും കള്ളന്റെ മകനെയും കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത്. സെയ്തലവി എന്നാണ് മൂത്ത കള്ളന്റെ പേര്. പിന്നെ ഒപ്പം ഉണ്ടായിരുന്നത് അയൂബ് ഖാനുമാണ്. ഇവർ രണ്ടുപേരും കൂടി പാലോട് പോലീസിന്റെ ജീപ്പിലാണ് യാത്ര. കടയ്ക്കല് ചെറുകുളത്ത് വണ്ടി കുറച്ചു നേരം നിർത്തിയിടുകയാണ്. അവിടെ ഡ്രൈവർ ഫോണിൽ ആരോടോ സംസാരിക്കുന്നു. സെയ്തലവി കയ്യൊന്നനക്കി. കയ്യാമത്തിന്റെ അങ്ങേ തലയ്ക്കൽ അയൂബ് ഖാൻ സെയ്തലവിയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പരസ്പരം കൈമാറിയ സന്ദേശത്തിന് നിഗൂഢവും വന്യവുമായ മാനങ്ങൾ ഉണ്ടായിരുന്നു. അത് അവർക്കേ മനസ്സിലാവൂ. സാറേ, അടുത്തിരുന്ന പോലീസുകാരനോട് സെയ്തലവി പറഞ്ഞു, ഒന്ന് മുള്ളണം, രണ്ടാൾക്കും മുള്ളണം. ഇവിടെ ആവുമ്പോ ഒരു വശം മുഴുവൻ കാടാണല്ലോ. വിശ്വവിഖ്യാതമായ കള്ളന്റെ മുള്ളലിനെ കുറിച്ച് ഏമാൻ അത്ര ധാരണയില്ല. പുള്ളി അവരെ പോകാൻ അനുവദിച്ചു. ഒന്ന് മുള്ളിയിട്ട് വന്നോളൂ. ജീപ്പിന്റെ ഓരം ചേർന്ന് ആ ഓടയിലോട്ട് മെല്ലെ ഇറങ്ങുന്ന കണ്ടു. 5 മിനിറ്റ് കഴിഞ്ഞു, 6 മിനിറ്റ് കഴിഞ്ഞു. കാണാതെ നോക്കുമ്പോഴാണ് കള്ളന്മാർ മുള്ളിയ സ്ഥലത്ത് ഒരു പൊടി പോലും കാണാനില്ല. കയ്യാമം ഇട്ടുകൊണ്ട് തന്നെ അവർ ഓടി എന്നാണ് പറയുന്നത്. സംഭവം ഇന്ന് രാവിലെ ആയിരുന്നു. കടയ്ക്കലായിരുന്നു.